എല്ലാവർക്കും നമസ്കാരം. ടൈം ട്രാവലിൻ്റെ രണ്ടാമത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായത് അറിഞ്ഞതിൽ നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാഹനങ്ങൾക്കുണ്ടാകുന്ന തീപിടുത്തത്തെക്കുറിച്ചാണ്. US ഗവൺമെൻറ് ഒരു കണക്കനുസരിച്ച് 1,73,000 ആക്സിഡൻറ്റ്സ് കഴിഞ്ഞ 3 വർഷം കൊണ്ട് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഏകദേശം 280 പേര് മരണപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഇന്നൊന്ന് നോക്കാം. ആദ്യമായി നമ്മുടെ വണ്ടിയുടെ എൻജിൻ കമ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. എൻജിൻ കമ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ വന്നു ചേരുന്ന സാധനം ഫ്യുവലാണ്. ഫ്യുവൽ എന്ന് വെച്ചാൽ ഡീസലിനാണെങ്കിൽ ഡീസൽ, പെട്രോളിനാണെങ്കിൽ പെട്രോൾ. അപ്പോൾ ഈ പെട്രോൾ ഈ ഫ്യുവൽ ഹോസിൽ എവിടെയെങ്കിലും ചെറിയൊരു ലീക്ക് ഉണ്ടായെങ്കിൽ അതുവഴി പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. നോർമൽ ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ നോർമൽ എൻജിൻ വർക്ക് ചെയ്യുന്ന ടെമ്പറേച്ചറിൽ ഈ ഫ്യുവൽ മിക്സ്ചർ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, തീ പിടിക്കത്തില്ല. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ഈ ടെമ്പറേച്ചർ ഈ റേഞ്ചിൽ നിന്നും ഹൈ റേഞ്ചിലേക്ക് മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് തീപിടുത്തം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കറിയാം, വാഹനത്തിൻ്റെ മുൻഭാഗത്തായിട്ട് ഒരു കൂളിംഗ് ഫാൻ ഉണ്ട്. ഈ കൂളിംഗ് ഫാൻ എൻജിൻ ഒരു സ്പെസിഫിക് ഹീറ്റ് എത്തുമ്പോൾ ഈ കൂളിംഗ് ഫാൻ വർക്ക് ചെയ്യും, എന്നിട്ട് എൻജിനെ തണുപ്പിക്കും. അങ്ങനെ ഒരു എൻജിൻ്റെ നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചർ അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കും. ഇതാണ് നമ്മുടെ എൻജിൻ കമ്പാർട്ട്മെൻറ്റ്, വാഹനത്തിൻ്റെ എൻജിൻ കമ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അതിനുള്ളിൽ ഈ കാണുന്നതാണ് നമ്മുടെ ഫാൻ, കൂളിംഗ് ഫാൻ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എൻജിൻ ഹൈ ടെമ്പറേച്ചറിലേക്ക്, എൻജിൻ്റെ കൂളിംഗ് ഒന്നും പ്രോപ്പറായി നടക്കാതെ ഹൈ ടെമ്പറേച്ചറിലേക്ക് പോകുന്ന സമയത്ത് എവിടെയെങ്കിലും ഓസിലോ എവിടെയെങ്കിലും ലീക്കേജ് ഉണ്ടായാൽ, പെട്രോൾ അതുവഴി ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹൈ ടെമ്പറേച്ചറിൽ ഇത് എന്ത് ചെയ്യും, എൻജിൻ കമ്പാർട്ട്മെൻറ്റിലേക്ക് തീ പടരാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് മോസ്റ്റ് ഓഫ് ദ പാർട്സ് നമ്മൾ പ്ലാസ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. അത് കൂടാതെ റബ്ബർ പാർട്സുകളും ഉണ്ട് ഉള്ളിൽ, അല്ലെങ്കിൽ ഫൈബർ പാർട്സ് ഉണ്ട്. ഇതെല്ലാം പെട്ടെന്ന് തീ പിടിച്ച് എൻജിൻ കമ്പാർട്ട്മെൻറ്റിലേക്ക് തീ പടരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പ് അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള അപകടം ഒഴിവാക്കാനായിട്ട് നമ്മൾ ദിവസവും വണ്ടി എടുക്കുന്നതിന് മുന്നേ നമ്മുടെ എൻജിൻ കമ്പാർട്ട്മെൻറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ലീക്കേജ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ഫ്യുവൽ ലീക്കേജ് വരുന്ന സ്ഥലങ്ങൾ ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞുതരാം. ഒന്ന് ഫ്യുവലിൻ്റെ കണക്റ്റേഴ്സ്, ഫ്യുവൽ ഹോസ് കണക്റ്റേഴ്സ്, അല്ലെങ്കിൽ ഫ്യുവൽ പമ്പ്, ഇങ്ങനെയുള്ള സ്ഥലത്ത് ഓയിൽ, അതിൻ്റെയും ലീക്കേജും ഈ ഒരു ഫയറിന് കാരണമായിട്ട് തീരും. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, ഒന്ന് എൻജിൻ കമ്പാർട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുക. 12 വോൾട്ട് ബാറ്ററിയാണ് വാഹനത്തിനുള്ളിൽ യൂസ് ചെയ്യുന്നത്. ഈ 12 വോൾട്ട് ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും ഹൈഡ്രജൻ ഗ്യാസ് എമിഷൻ ചെയ്യും. ഈ ഹൈഡ്രജൻ ഗ്യാസ് തന്നെ ഒരു കത്തിപ്പിടിക്കാൻ ചാൻസ് ഉള്ള ഒരു ഗ്യാസാണ്. അപ്പോൾ ഇത്തരം കണ്ടീഷനിൽ നമ്മൾ ഇതിനുള്ളിൽ യൂസ് ചെയ്യുന്ന വയറുകൾ അല്ലെങ്കിൽ കണക്റ്റേഴ്സ് ഇതെല്ലാം പ്രോപ്പർ ഗൈഡൻസ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ളതല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കാറിൻ്റെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, വണ്ടിക്ക് വെട്ടമില്ല എന്ന് കരുതി കാറിൻ്റെ ബൾബ് മാറ്റി റീപ്ലേസ് ചെയ്യുന്നു. നമ്മൾ ബൾബ് റീപ്ലേസ് ചെയ്ത് വേറെ ബൾബ് ഇടും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആ ബൾബിൻ്റെ പവറിനനുസരിച്ചുള്ള വയറിംഗ് കിറ്റുകൾ നമ്മൾ എന്ത് ചെയ്യാറില്ല, മാറ്റാറില്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പെട്ടെന്ന് കാറിൻ്റെ ലൈറ്റ് ഓൺ ചെയ്യുകയാണ്. അത്രയും പവർ ഹൈ ആയിട്ട് ഡ്രാഗ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ വണ്ടിയുടെ കൂളിംഗ് ഫാനും ഓൺ ആവുകയാണെന്ന് കരുതുക. ഈ രണ്ട് പ്രോസസ്സും ഒരുമിച്ച് നടക്കുമ്പോൾ അത് ഡ്രോ ചെയ്യുന്ന പവർ ഹൈ പവർ ആയിരിക്കും. ആ സമയത്ത് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന വയറിന് അതിന് താങ്ങാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ കറണ്ട് വിഡ്രോ ചെയ്യേണ്ടി വരും. ആ സമയത്ത് അതിനകത്ത് എന്തോന്നുണ്ടാവാൻ ചാൻസ് ഉണ്ട്, ബ്രേക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആ ചെറിയൊരു സ്പാർക്ക് മതി നമുക്ക് വണ്ടിക്കുള്ളിലേക്ക് ഈ ഒരു ഭൂഗോളം പോലെ ഈ തീ അങ്ങോട്ട് പടരാൻ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആഫ്റ്റർ മാർക്കറ്റ് ആക്സസറീസ് ഒരിക്കലും യൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ, അടുത്തതായിട്ട് ആഫ്റ്റർ മാർക്കറ്റ് ആക്സസറീസ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്, വണ്ടിയുടെ പിന്നിൽ നമ്മൾ സബ് വൂഫേഴ്സ് പ്ലേസ് ചെയ്യാറുണ്ട്, പവർ വിൻഡോസ് ചെയ്യാറുണ്ട്, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ആയിട്ടുള്ള സീറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ വെളിയിൽ ചെയ്യുമ്പോൾ, പുറത്തുള്ള കടകളിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ വയറിംഗ് എല്ലാം അവർ സാധാരണ വയറിംഗ് ഡക്റ്റ് വഴി ചെയ്യാറില്ല, സീറ്റിനടിയിൽ കൂടെയോ ഒക്കെയാണ് ചെയ്യുന്നത്. ഇതിലെന്തെങ്കിലും ഒരു ബ്രേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അത് കാരണമുണ്ടാകുന്ന സ്പാർക്കിൽ നിന്നുള്ള തീ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഫ്ലോറുകളിലും ഈ സീറ്റിൻ്റെ കവറുകളിലൊക്കെ കത്തിപ്പടരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ആഫ്റ്റർ മാർക്കറ്റ് ആക്സസറീസ് ചെയ്യേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡക്റ്റുകളിൽ കൂടെ വയർ ചെയ്ത് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഈ കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ ടൈപ്പായിട്ടുള്ള ഇലക്ട്രിക്കൽ ഹസാർഡ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വണ്ടിക്കകത്ത് ഫ്യൂസസ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ആഫ്റ്റർ മാർക്കറ്റ് ആക്സസറീസ് ചെയ്യുന്നവർ ഒരിക്കലും ആ ഫ്യൂസ് യൂണിറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഫ്യൂസ് സെപ്പറേറ്റ് കൊടുത്ത് ചെയ്യാറില്ല. അങ്ങനെ ചെയ്യുന്ന ടൈപ്പ് വയറിംഗ് കിറ്റുകൾ യൂസ് ചെയ്ത് നമ്മുടെ വണ്ടിക്കകത്തുള്ള ആക്സസറീസ് നമ്മൾ എന്ത് ചെയ്യുക,
മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. മൂന്നാമതായി ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ കാറ്റലിറ്റിക് കൺവെർട്ടർ. നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മുടെ എക്സോസ്റ്റ് പൈപ്പിൽ കൂടി വരുന്ന കാർബൺ മോണോക്സൈഡിനെയും ഹൈഡ്രോ കാർബൺസിനെയൊക്കെ അതിൻ്റെ ഫോം മാറ്റി വിഷവാതകമല്ലാതെ മാറ്റി അന്തരീക്ഷത്തിലേക്ക് വിടുന്നതാണ് നമ്മുടെ കാറ്റലിറ്റിക് കൺവെർട്ടർ. അപ്പോൾ ഈ കാറ്റലിറ്റിക് കൺവെർട്ടർ എപ്പോഴെങ്കിലും ഈ കാറ്റലിറ്റിക് കൺവെർട്ടറിനകത്ത് ഒരടവ് സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ഹീറ്റ് വർദ്ധിക്കുകയും അത് നല്ല ചുട്ടുപഴുത്തുള്ളൊരു കണ്ടീഷനിൽ ഇരിക്കുകയും ചെയ്യും. ഇതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്ഫയറിങ് കാരണം കത്താതെ വരുന്ന പെട്രോളുകളാണ് കൂടുതലും ഈ കാറ്റലിറ്റിക് കൺവെർട്ടറിനുള്ളിൽ ഈ ബ്ലോക്കുകൾ ഉണ്ടാകാൻ കാരണം. അങ്ങനെ ഇങ്ങനെ ഹീറ്റ് ഉണ്ടായി നിൽക്കുകയാണ്. പക്ഷെ നമ്മളിത് അറിയുന്നില്ല. നമ്മൾ വണ്ടി എവിടെ കൊണ്ട് പാർക്ക് ചെയ്യും? എന്തെങ്കിലും കരിഞ്ഞുണങ്ങിയ ഇലയുടെ മുകളിലോ അല്ലെങ്കിൽ കൂട്ടം കൂട്ടിയിരിക്കുന്ന പേപ്പർ അങ്ങനെയുള്ളതിൻ്റെ മുകളിൽ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നമ്മളങ്ങ് പോകും. പക്ഷേ ഈ സമയത്തായിരിക്കും ഈ കാറ്റലിറ്റിക് കൺവെർട്ടറിൻ്റെ ചൂട് കാരണം ഈ പുല്ലിന് തീ പിടിക്കുകയോ ഈ പേപ്പറിലേക്ക് തീ പകരുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു എക്സ്പോഷന് കാരണമായി തീരും. അപ്പോൾ അത്തരം പാർക്കിംഗ് രീതികൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒഴിവാക്കാൻ പറ്റും. അടുത്ത ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേഞ്ചറസ് കാർഗോ. അതായത് വണ്ടിക്കുള്ളിൽ നമ്മൾ ഫ്യൂവൽസ് ജെറി ക്യാൻസിലാക്കി ഫ്യൂവൽസ് നമ്മൾ സ്റ്റോർ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം നമ്മൾ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് കഴിയുമ്പോൾ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും വണ്ടിക്കുള്ളിൽ. ആ ടെമ്പറേച്ചറിൽ ഇത് പൊട്ടിത്തെറിക്കാനുള്ള അല്ലെങ്കിൽ തീ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ വണ്ടി ഒരുപാട് നാൾ എടുക്കാതെ ഇട്ടേക്കുന്ന സമയത്തൊക്കെ വണ്ടിക്കകത്ത് അനിമൽസ് എന്ന് പറയുമ്പോൾ എലി അങ്ങനെയുള്ള ചെറിയ ജീവികൾ കയറി കൂട് കൂട്ടാറുണ്ട്. അപ്പം ഇവയൊക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ കിറ്റിനകത്തുള്ള വയറിങ്ങിനെയെല്ലാം കടിച്ചു മുറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണവും നമുക്ക് ഫയർ വണ്ടിക്കകത്ത് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും വണ്ടിയുടെ എൻജിൻ കമ്പാർട്ട്മെൻ്റ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയും നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ബൈ.